നമുക്കൊക്കെ മുടി വെട്ടുകയും ചെയ്യണം, എന്നിട്ട് അത് വെട്ടുന്ന ആൾ മോശക്കാരനാണെന്ന് കൂടി പറഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തമായിട്ട് നമുക്ക് വെട്ടാൻ പറ്റൂല അത്. എന്നിട്ടത് നമ്മൾ പോയി അന്തസ്സോടുകൂടി ഇരുന്ന് വെട്ടി നമ്മളെ മനുഷ്യൻ അന്തസ്സോടുകൂടി കാണണമെങ്കിൽ, നമ്മളെ മനുഷ്യർ അന്തസ്സോടുകൂടി കാണണമെങ്കിൽ അവൻ്റെ കൈയും അവൻ്റെ കത്രികയും നമ്മുടെ തലയിലൂടെ ഓടണം. നമ്മളെ ആളുകൾ അന്തസ്സോട് കാണാം. അല്ലെങ്കിൽ മുടിയും വളർത്തി ഇങ്ങനെ നീണ്ട താടിയും വെച്ച് ഇങ്ങനെ വല്ലാണ്ട് മുടിയൊക്കെ ഇങ്ങനെ വളർത്തി ഒരു വികൃതമായ രൂപത്തിൽ നടന്ന വല്ലവരും നമ്മൾ അന്തസ്സ് പറയും. അവനെന്തോ ട്രബിൾ എന്നല്ലേ പറയുള്ളൂ. അപ്പം നമ്മളെപ്പോലും അന്തസ്സാക്കുന്ന അവന് അന്തസ്സില്ല. നമുക്ക് അന്തസ്സ് കൊടുക്കാൻ കഴിയുന്നില്ല. ഇന്നും നാട്ടിലുണ്ട്. തങ്ങൾ കുടുംബത്തിൽ പെട്ടതാണെന്ന കാരണത്താൽ 1000 പള്ളിയുടെ കാലിയാക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു സാധാ പള്ളിയുടെ പള്ളി കമ്മിറ്റി അംഗം പോലും ബാർബറാക്കൂല. കേസ് പോലും നമ്മുടെ കേരളത്തിൽ നടത്തേണ്ട ചങ്ങനാശ്ശേരിയിൽ പള്ളി കമ്മിറ്റി ആകാൻ പറ്റൂല. അവൻ്റെ കാരണം അവരുടെ സമുദായം അവരുടെ തൊഴിൽ ബാർബർ പണിയാണ് എന്ന പേരിൽ. വേറെ വിദേശത്ത് നടന്നതൊന്നുമല്ല, നോർത്ത് ഇന്ത്യയിൽ നടന്നല്ല, ഉത്തർപ്രദേശിൽ നടന്നല്ല, നമ്മുടെ കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ നടന്നതാണ്. ബാർബർ സമുദായത്തോടുള്ള കളറിൻ്റെ പേരിൽ നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ ബാർബർ സമുദായത്തോടുള്ള നമ്മുടെ സമീപനം ശരിയല്ല. അതേപോലെ തന്നെ തറവാട്, അയാൾ നമ്മുടെ തറവാടിൻ്റെ ഒപ്പം നിൽക്കുന്ന തറവാടല്ല അയാളുടേത്. തറവാടിത്വത്തിൻ്റെ പേരിൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ വ്യത്യസ്ത പേരുകളിൽ നിന്നത് നിങ്ങൾ പരസ്പരം ഇന്നാൾ എന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ അതിൻ്റെ പേരിൽ മഹത്വം പറയാനല്ല, അതിൻ്റെ പേരിൽ ഉച്ചനീചത്വ ബോധം കൊണ്ട് നടക്കാനല്ല. ഇന്നും നമ്മളിൽ അതുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ജാതീയതയുടെ പേരിൽ നമ്മുടെ ഇടയിൽ അതില്ലായിരിക്കാം. മുൻകാലങ്ങളിൽ ഈ ജാതീയത നമ്മളെയും ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മുടെയൊക്കെ കാരണവന്മാരൊക്കെ നമ്മുടെയൊക്കെ നാട്ടിൽ മറ്റ് സമുദായങ്ങളിൽ അവരുടെ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ. ഈ കൂലിത്തൊഴിലിനൊക്കെ നടന്ന് നമ്മുടെ പാടത്തും നമ്മുടെ പറമ്പിലും ഒക്കെ കിളക്കാനും പിടിക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന ആളുകളോട് പോലും നമ്മുടെ കാരണവന്മാർ ഇസ്ലാമിക മൂല്യബോധത്തിൽ നിന്നല്ല സമീപിച്ചിട്ടുള്ളത്. ആ വിളിക്കുന്ന ആളുടെ പിതാവിനേക്കാൾ പ്രായമുള്ള ആളെപ്പോലും പേരെടുത്ത് വിളിക്കാനും എടാ എന്ന് വിളിക്കാനും എടി എന്ന് വിളിക്കാനും അവർക്ക് പ്രാപ്തി നൽകുന്നതും മനസ്സ് നൽകുന്നതും ഇസ്ലാമല്ല, ആ ജാതിബോധത്തിൻ്റെ വികൃതമായ മനസ്സാണ്. അതേപോലെ തന്നെ നമ്മളിനി ഹിന്ദിക്കാരോട് കാണിക്കുന്ന മനസ്സെന്താണ്? ഇത് തന്നെയാണ്. അവൻ ഹിന്ദിക്കാരനാണ്. അതേ ജോലി ചെയ്യുന്ന ഒരു മലയാളിയോട് നമ്മൾ പറയൂല, ആ മലയാളിനെ നമ്മൾ അവനെ പോലെ അല്ല കാണുന്നത്, അതവൻ ഹിന്ദിക്കാരനല്ലേ എന്ന മാനസികാവസ്ഥയിലാണ്. ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ ആലുവയിൽ നിന്ന് ബസ് കയറുമ്പോൾ, ഞാനിത് പറയുമ്പോൾ അവൻ്റെ മോഹൻ എൻ്റെ മനസ്സിൽ വരുന്നത്, ആലുവയിൽ നിന്ന് ഞാൻ ബസ് കയറുമ്പോൾ ഞാൻ ബസ്സിലെ പുറകിൽ സീറ്റിലിരിക്കുമ്പോൾ കമ്പനിപ്പടിയിൽ നിന്ന് ഒരു ഹിന്ദിക്കാരൻ, അവനെ കണ്ട ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നില്ല, നല്ല ഗ്ലാമറും വെളുത്തും ഗെറ്റപ്പൊക്കെ ഉള്ള ജീൻസൊക്കെ ഇട്ട ഒരു ചെക്കൻ, അവൻ്റെ കയ്യിലൊരു ചാക്കിരിപ്പുണ്ട്. ആ ബസ്സിൽ കയറിയപ്പോൾ ചെറിയൊരു തിരക്കുണ്ട്. ആ ബസ്സിൽ ആ ചാക്കും പിടിച്ചുകൊണ്ട് അവൻ ഇങ്ങനെ നിന്നപ്പോൾ കണ്ടക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. കണ്ടക്ടർ അവൻ്റെ നേരെ തലങ്ങും ബലങ്ങും ഒച്ചപ്പാടും ബഹളവും തുടങ്ങി. ഇത് അവനോട് പറയുമ്പോൾ അവൻ നിസ്സഹായമായി നോക്കിയത് എൻ്റെ മുഖത്തേക്കാണ്. അവൻ്റെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് അവൻ്റെ മുഖം. ഞാൻ വിചാരിച്ചു പോയി, അവനൊരു ഹിന്ദിക്കാരനല്ല, ഒരു മലയാളിയാണെങ്കിൽ അയാൾ അത്രയും പറയൂല. പറയൂല. പറഞ്ഞ 2 പ്രാവശ്യം പറഞ്ഞാൽ 3ാമത്തെ പ്രാവശ്യം അപ്പം മലയാളി പ്രതികരിക്കും. ഇവൻ പ്രതികരിക്കില്ല എന്നറിയാം, ഇവൻ ഹിന്ദിക്കാരനെന്നറിയാം. ആ ബോധം ഉണ്ടല്ലോ, ആ ബോധമാണ് ഈ നമ്മുടെ മനസ്സിൽ നിന്ന് കളയേണ്ടത്. ആ ബോധം ബാക്കിയുള്ള ബോധം പോലെയല്ല. വ്യഭിചരിക്കുന്നവനോട് നമുക്ക് ഒരു പുച്ഛമുണ്ട്, വ്യഭിചരിക്കുന്നവനോട് നമുക്ക് ഒരു ദേഷ്യമുണ്ട്. അതേപോലെ മദ്യപിക്കുന്നവനോട് നമുക്കൊരു ദേഷ്യമുണ്ട്, മദ്യപിക്കുന്നവനോട് നമുക്കൊരു പുച്ഛമുണ്ട്. ഈ പുച്ഛം പോലെയല്ല കർത്തവനോട് നമുക്കുള്ള ഒരു ദേഷ്യം, കർത്തവനോട് നമുക്കുള്ള പുച്ഛം. ഈ ദേഷ്യം പോലെയല്ല ബാർബർ തൊഴിൽ ചെയ്യുന്ന ഒരാളോടുള്ള നമ്മുടെ പുച്ഛം. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഇത് നേർക്ക് നേരെ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടതാണ്. കളർ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു രാജ്യം ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, ഒരു തറവാട് ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, ശരീരഘടന ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, ഭാഷ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല, കുടുംബം ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കുന്നതല്ല. ഇതെല്ലാം തിരഞ്ഞെടുക്കുന്നത് പടച്ചതമ്പുരാനാണ്. പടച്ചതമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ നമുക്കൊരാളോട് പുച്ഛമുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് നേർക്ക് നേരെ പടച്ചതമ്പുരാനോട് പുച്ഛമുണ്ടാകുന്നതിന് തുല്യമാണ്. അതാണ് വ്യത്യാസം. അതേസമയം ഇയാൾ മദ്യപിക്കുന്നത് അതല്ല, അയാൾ തിരഞ്ഞെടുത്താണ് മദ്യം കുടിക്കാൻ തീരുമാനിച്ചത് അയാളാണ്. അതുകൊണ്ട് എനിക്ക് അയാളോട് ആ പുച്ഛവും ദേഷ്യവും വേറെയാണെന്ന് പറയാനുള്ള കാരണം അതാണ്. അതേസമയം ഇദ്ദേഹം കറുത്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ, ഞാൻ വെളുത്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ എനിക്കൊരു ഔന്നിത്യബോധവും അദ്ദേഹം കറുത്തിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ എനിക്കൊരു ഒരു നീചത്വ ബോധവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പടച്ചവനോട് കാണിക്കുന്നതാണ്. അതുകൊണ്ട് കറുത്തിരിക്കണതിൻ്റെ പേരിലൊന്നും ഒരു ചെറിയ വെറുപ്പ് പോലും നമുക്ക് കളറ് കറുത്തവരോട് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് തിരഞ്ഞെടുത്ത അയാളല്ല. അയാളുടെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാര്യത്തിൽ അള്ളാഹിൻ്റെ മാത്രം ചോയ്സാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ബോധങ്ങളെ എല്ലാം ചവിട്ടി അരച്ച് കളഞ്ഞ ഒന്നാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദിൻ്റെ ആ പുറം നമ്മൾ കാണാറില്ല, പറയാറില്ല കാര്യമായിട്ട്. അത് തെറ്റാണ് നമ്മൾ പറയാറുള്ളൂ. പക്ഷെ അത് തെറ്റ് മാത്രമല്ല, അത് തൗഹീദുമായി ഏറ്റുമുട്ടുന്നതാണ്. അതിൻ്റെ എല്ലാവിധ ലാഞ്ചനകളെയും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടി അരച്ച് കളഞ്ഞു.
അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ആലോചിക്കണം, മക്കം ഫതഹിന്റെ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കം ഫതഹ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയപ്രഖ്യാപനം നടത്തുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂൽ തന്റെ ചാരത്ത് ഒരുപാട് ആഢ്യ തറവാട്ടിൽപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അബൂബക്കറുണ്ട്, ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലി ഇബ്നു അബീ താലിബ് ഉണ്ട്. വരേണ്യരായ എല്ലാ അർത്ഥത്തിലും ഉന്നത കുലജാതര് തന്റെ അടുത്തുണ്ടായിരിക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയപ്രഖ്യാപനം നടത്താൻ വേണ്ടി കോണിയിട്ട് കൊടുത്ത് കഅബയുടെ മുകളിലേക്ക് കയറൂ എന്ന് പറഞ്ഞത് ബിലാലിനോടാണ്. കാരണം ബിലാൽ ആരാണ്? എല്ലാവിധ ഉച്ചനീചത്വങ്ങളുടെയും എല്ലാവിധ ചൂഷണങ്ങളുടെയും എല്ലാവിധ അടിച്ചമർത്തലുകളുടെയും പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാലിനോടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കയറൂ ബിലാലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കൂ. ആ പ്രഖ്യാപനം എന്താണെന്നറിയാമോ? ആ പ്രഖ്യാപനം ഈ ചൂഷണങ്ങളുടെയും ഈ ഉച്ചനീചത്വങ്ങളുടെയും ഈ ഉച്ചനീചത്വ ബോധങ്ങളുടെ എല്ലാം ചവിട്ടി അരക്കാൻ വേണ്ടിയാണ്. അതൊന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് നമ്മുടെ മനസ്സിലാണ്. കറുത്തവരോട്, ബാർബർ തൊഴിൽ ചെയ്യുന്നവരോട്, ഹിന്ദിക്കാരനോട്, കൂലിത്തൊഴിൽ ചെയ്യുന്നവനോട്, മീൻകാരനോട്, ഓട്ടോറിക്ഷ ഓടിക്കുന്നവനോട് ഒരു ഉച്ചനീചത്വ ബോധമുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഇബ്ലീസിന്റെ മൈൻഡാണ്, ഇബ്ലീസിന്റെ മനസ്സാണത്. അത് നമുക്ക് ഉണ്ടാവാൻ പാടില്ല, അത് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ആ ചെയ്തിയിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ പ്രഖ്യാപിച്ചതും അത് തന്നെയാണ്. അതെല്ലാ അർത്ഥത്തിലും പ്രയോഗത്തിൽ കാണിച്ചു തരുന്നതാണ് നമ്മുടെ നിസ്കാരവും നമ്മുടെ ഹജ്ജും. നിസ്കാരത്തിൽ എന്താ, ഞാൻ എത്ര വലിയവനാണ്, ഞാൻ എത്ര വലിയ പ്രഭാഷകനാണെങ്കിലും, ഞാൻ എത്ര വലിയ ഹത്തീബാണെങ്കിലും, ഇവിടെ ഏത് കൂലിത്തൊഴിൽ ചെയ്യുന്ന ഹിന്ദിക്കാരനും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാം. ഏത് ഇമാമിൻ്റെ പുറകിലും തൊട്ടടുത്ത് സഫിൽ അയാൾക്ക് നിൽക്കാം. ഒരാളും അയാളുടെ കോളറെ പിടിക്കൂല. പക്ഷേ കുറച്ചൊക്കെ ആളുകൾക്ക് ഉണ്ട് കേട്ടോ, ഞാനല്ലേ അവിടെ നിൽക്കേണ്ട ആൾ. ഈ ഹിന്ദിക്കാരൻ എന്ത് കാര്യമുണ്ട് അവിടെ നിൽക്കാൻ? അടിച്ച് മാറി ഒതുങ്ങിക്കിട്ടെ എന്നൊക്കെ ഉള്ള വിചാരമൊക്കെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെന്താ അർഹത്തിൻ്റെ അവിടെ നിൽക്കാൻ? ഹിന്ദിക്കാരൻ വന്ന് ഇവിടെ നിൽക്കുന്ന കാര്യം ഇരിക്കുന്നു. ഞങ്ങൾക്ക് പണ്ട് കാലം ഒരു തറവാട്ടുകാർ ഇവിടെ പള്ളിയിലല്ലേ, ഇവിടെ പുറകിൽ നിൽക്കേണ്ട ആൾ ഞങ്ങളല്ലേ. ഈ മനസ്സൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. ഈ മനസ്സൊക്കെ ഉണ്ട്. ആ മനസ്സ് കൂടുമ്പോഴാണ് ഹിന്ദിക്കാരൻ നിൽക്കുന്നിടത്ത് പിന്നെ ഞാൻ നിൽക്കൂല, അപ്പം തന്നെ എനിക്ക് ചുമ തുടങ്ങും, അപ്പോൾ ഞാൻ പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്ന് വേറെ ആളവിടെ നിൽക്കുക, അതിൻ്റെ അപ്പുറത്ത് നമ്മൾ നിൽക്കും. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഈ മനസ്സൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ലളിതമായ മനസ്സല്ല. പക്ഷേ നമുക്ക് ലളിതമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം അതിൻ്റെ ഗൗരവം നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പഠിപ്പിച്ചിട്ടില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും മനുഷ്യരെല്ലാം സമന്മാരാണ്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പം നമസ്കാരത്തെ അത് കാണിച്ചു തരുന്നു, ഹജ്ജിൽ അത് കാണിച്ചു തരുന്നു. എന്താ ഹജ്ജിൽ? എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും, എത്ര വലിയ വെളുത്തവനാണെങ്കിലും, എത്ര വലിയ തറവാട്ടിൽ നിന്ന് വന്നവനാണെങ്കിലും അവൻ ആ മേൽമുണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാവരും തുല്യരാണ് അവിടെ, എല്ലാവരും തുല്യരാണ്. അവൻ ഒരുത്തൻ്റെ പോലും ഔന്നിത്യം തിരിച്ചറിയാൻ നമുക്കവിടെ പറ്റില്ല. വെളുത്തവനാണോ കറുത്തവനാണോ എന്നറിയാം, അതിനപ്പുറം ഇയാൾ സമ്പന്നനാണോ, ഇയാൾ നാട്ടിൽ വലിയ തറവാട്ടുകാരനാണോ, ഒന്നും അറിയാൻ പറ്റില്ല. നമുക്ക്. അതുപോലെ അള്ളാഹ് സമവാക്കി കളഞ്ഞു. അല്ല എനിക്ക് എൻ്റെ ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ഹജ്ജ് നടക്കൂല. അത് തന്നെ, അതാണ് വ്യത്യാസം. അവിടെ ആ തുല്യത ഉണ്ടല്ലോ. ആ ഹാജിയുടെ ആ ഹജ്ജ് ചെയ്ത ഒരാളുടെ മനസ്സിൽ പിന്നെ ഒരിക്കലും വരാൻ പാടില്ല ഈ പറഞ്ഞ ഉച്ചനീചത്വം എന്ന് പറഞ്ഞത്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അതിനർത്ഥം ഹജ്ജ് അവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല ഈ പുച്ഛ മനോഭാവം എന്ന് പറയുന്നത്. അർത്ഥത്തിൽ ഈ പറഞ്ഞ ആളുകളോടുള്ള സമീപനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും സമന്മാരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൂടിയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധിപ്പിച്ചാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വെറുതെ ഒരു തെറ്റാണെന്നുള്ള നിലക്കല്ല മനസ്സിലാക്കേണ്ടത്. അതിനൊരുപാട് ചരിത്രം വേറെ ഉണ്ട്. ഇബ്ലീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിലെ എല്ലാ ആരാധനാക്രമങ്ങളും നമ്മുടെ ജീവിതത്തെ നന്നാക്കാനാണ്. അതിനെ നമ്മൾ കേവലം ഒരു ഇസ്ലാം കാര്യത്തിലേക്ക് നമ്മൾ ആരും ചുരുക്കി കെട്ടരുത്. ഹജ്ജ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഒന്നും ഹജ്ജ്, നമസ്കാരം, നോമ്പ് പോലുള്ള ആരാധനാകർമ്മങ്ങളെ കേവലം ഇസ്ലാം കാര്യത്തിലേക്ക് ചുരുക്കി കെട്ടി അത് ചെയ്ത് അതിൻ്റെ കൂലി വാങ്ങി സ്വർഗത്തിൽ പോകാം എന്ന വിചാരവുമായി നമ്മൾ നടക്കരുത്. ഒരിക്കലും നടക്കരുത്. നമ്മുടെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമാക്കാൻ നമുക്ക് പ്രാപ്തി നൽകുന്നതാണ് ഹജ്ജടക്കം നമ്മുടെ എല്ലാ ആരാധനകളും. ആരാധനകളിൽ നിന്ന് കിട്ടേണ്ടത് അതാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ ആരാധനകൾക്ക് സ്പിരിറ്റില്ല, ചൈതന്യമില്ല എന്നതിനർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഹജ്ജ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഇപ്പോൾ ചെയ്യാൻ തുനിഞ്ഞിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബോധം ഉണ്ടാകണം. ഈ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ആ ബോധം ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളടക്കത്തോടു കൂടി അത് നിർവഹിക്കുമ്പോഴാണ്, അതാണ് ഹജ്ജിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ. അതാണ് ആ മെസ്സേജ് നമ്മൾ സ്വയം ഉൾക്കൊണ്ട നമ്മൾ സമൂഹത്തിന് ആ മെസ്സേജ് പകർന്നു നൽകുകയും ചെയ്യുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആവുക, അത് കംപ്ലീറ്റ് ആവുക. അത്തരത്തിലുള്ള ഹജ്ജ് ചെയ്യാൻ നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിന് പോകുന്ന സഹോദരൻ അദ്ദേഹത്തിന് മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരുവാനും ആ ഹജ്ജിൻ്റെ മൂല്യബോധങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി അദ്ദേഹത്തെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. നമ്മെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിലൊക്കെ വന്നുപോയ നമ്മുടെ വീഴ്ചകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അല്ലാഹു നിനക്ക് അതെല്ലാം അറിയാം. അവർ ഏതേത് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് അനുഭവിക്കുന്നത്. അല്ലാഹു അതിൽ നിന്നെല്ലാം
കരകയറാനുള്ള തൗഫീക്ക് നൽകി നീ അവരെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ജീവിക്കുന്ന കാലത്തോളം നിന്റെ ദീനിനെ, നിന്റെ വിധിവിലക്കുകളെ അനുസരിച്ചുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, അഭിമാനത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും അവസാനം പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, സന്താനങ്ങളോടൊപ്പം സന്തോഷം പങ്കിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുവാനുള്ള തൗഫീക്ക് നൽകി അർഹമർ റഹീമിനായ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.